Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇയർഫോണിന്റെയാണ്. വെറും 350 രൂപ മാത്രമേ ഇയർഫോണിന് വിലയുള്ളൂ. പക്ഷേ അതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. Redmi എന്ന ബ്രാൻഡിന്റെ അതായത് ഷവോമിയുടെയാണ് ഇയർഫോൺ. എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ, ബിൽറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഈ ഒരു വിലയ്ക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കൺട്രോൾ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ Redmi ഇയർഫോൺ, ഈ ഒരു ഇയർഫോൺ നമ്മുടെ കിട്ടിയിട്ട് കുറേ ദിവസമായി. ഒരു നല്ല ക്വാളിറ്റിയാണ്. എന്തായാലും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് പറയുമ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ ബോക്സും കാര്യങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ബോക്സ്. അപ്പോൾ ഒരു നല്ല ഡീസൻ്റ് ആയ ഒരു നോർമൽ ഒരു ചെറിയ 350 രൂപയുടെ ഇയർഫോൺ ഒക്കെ വരുന്ന ഒരു ബോക്സ് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ തന്നെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിങ് തന്നെയാണ് കാണുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇയർഫോൺ ഉണ്ട്, കുറച്ച് ഇയർബഡ്സ് ഉണ്ട്. വയേർഡ് ആണ്, അതുകൊണ്ട് തന്നെ വേറെ ചാർജിങ് കേബിൾ അങ്ങനെയുള്ള സംഗതികളൊന്നും ആവശ്യമില്ല. ഒരു ഇയർഫോൺ, ഇയർബഡ്സ് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇയർഫോണിലേക്ക് വരാം. ഇതിന്റെ ഇയർ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ചേംബറും കാര്യങ്ങളും നോക്കിയാൽ അലുമിനിയം ചേംബറാണ്. മുമ്പിൽ നിങ്ങൾക്ക് ഇയർബഡ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് വേണമെങ്കിൽ നിങ്ങളുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ എക്സ്ട്രാ ഇയർ ടിപ്പുകൾ തന്നിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് അറ്റാച്ച് ചെയ്യാം നിങ്ങളുടെ ചെവിയുടെ സൈസ് അനുസരിച്ചുകൊണ്ട്. സോ അലുമിനിയം ചേംബറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു സെറ്റ്, കാണാൻ നല്ലൊരു ഡീസൻ്റ് ആയ വളരെ ചെറിയ, ഇത് ലൈറ്റ് വെയിറ്റ് കൂടിയാണ്. 13 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് കൂടിയായ ഒരു ഇയർഫോൺ ആണ്. സോ കാണാൻ ഒരു അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയ ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിന്റെ പിന്ന് നോക്കി കഴിഞ്ഞാൽ 3.5 mm പിന്ന്, അതിലേക്കുള്ള ആ ജാക്കിലേക്കുള്ള ഒരു പിന്നാണ്. എൽ ഷേപ്ഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇയർഫോൺ ആണ്. 350 രൂപയുടെ ഇയർഫോൺ എന്ന് പറയുമ്പോഴും ആ ഒരു വിലയ്ക്ക് നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ബ്രൈഡഡ് കേബിൾ ഒന്നും അല്ല, നോർമൽ ആയിട്ടുള്ള കേബിളാണ്. പക്ഷേ ടാങ്കിൾ ഫ്രീ ആണ് കേട്ടോ. ഞാനിത് കുറേ യൂസ് ചെയ്തതിന് ശേഷവും കെട്ടുപണിഞ്ഞ് കിടക്കുന്നൊന്നുമില്ല. ഈസി ആയിട്ട് ടാങ്കിളൊന്നും വരാതെ യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ല ഇയർഫോൺ ആണ്. സോ കേബിൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ചുറ്റി പിടിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നിർത്തിയെടുക്കാൻ കഴിയുന്ന ടാങ്കിൾ ഫ്രീ ആയ ഒരു സെറ്റപ്പ് തന്നെയാണ്. ബ്രൈഡഡ് കേബിൾ ഒന്നുമല്ല, ബട്ട് സ്ട്രോങ് ആയ ഒരു കേബിളാണ്. സോ ബിൽറ്റ് ക്വാളിറ്റി വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടായാലും ഇയർഫോണിന്റെ ഭാഗമായാലും 3.5 mm ആയാലും കേബിൾ ആയാലും ഒക്കെ ഓവറോൾ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. സോ നിങ്ങൾ ഇത് വാങ്ങിക്കും 350 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആ വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രൈഡഡ് കേബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. എങ്കിലും ഇതും ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ റെഡ്മി എന്ന ബ്രാൻഡ് കൂടിയാണ്. സോ ഒരു മൊത്തത്തിലൊരു ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന്റെ കംഫർട്ടിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കേബിൾ ഞാൻ പറഞ്ഞു സ്ട്രോങ് ആണ്. അതുപോലെ ഇതിന്റെ കംഫർട്ട് നോക്കിയാൽ ഇതൊരു, ഞാൻ പറഞ്ഞു ലൈറ്റ് വെയിറ്റ് ആണ്, 13 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെവിയിലേക്ക് വെക്കുമ്പോഴും യാതൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ സെറ്റായിട്ട് നിങ്ങൾക്ക് കാണാം, വളരെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇന്നിയർ ഇയർഫോണുകളൊക്കെ മിക്കവാറും നല്ല കംഫർട്ടിൽ തന്നെയാണ് വരാറ്. ഇത് ഒന്നുകൂടി നല്ല കംഫർട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കംഫർട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇയർഫോൺ ഉള്ളത്. യാതൊരുവിധ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വെയിറ്റോ ചെവിയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കംഫർട്ട് വൈസും അടിപൊളിയാണ്. കൺട്രോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള സകല സംഗതികളും, മ്യൂസിക്കും, കോൾ എടുക്കൽ, കോൾ കട്ട് ചെയ്യൽ എല്ലാത്തിനുള്ള ഒരു സിംഗിൾ ബട്ടൺ കൺട്രോളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ യാതൊരു വിധത്തിലുള്ള കംഫർട്ടബിലിറ്റി ഇഷ്യൂസും ഇതിനകത്ത് വരുന്നില്ല. കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു പ്രൈസിന് പറ്റിയ നല്ല കംഫർട്ടായ ഒരു ഇയർഫോണാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണല്ലോ മെയിൻ ഘടകം. എന്തൊക്കെ പറഞ്ഞാലും സൗണ്ട് ക്വാളിറ്റി മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. അതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ബേസ് ഉള്ള ഒരു ഇയർഫോൺ തന്നെയാണ്. ഒരു ഓവർ ബേസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്ത ഒരു ബേസ് മാത്രം കൂടിയ ഒരു സംഗതിയല്ല. അത്യാവശ്യം നല്ല ബേസും ഉണ്ട്. മറ്റുള്ള എന്താ പറയുക, ലോ ഹൈസ് മിഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിൽ നോക്കിയാലും ഒരു ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയ അത്യാവശ്യം നല്ലൊരു ബേസ് കൂടിയുള്ള, ഈ ബേസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇയർഫോണാണ്. സോ അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, ഒരു ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. 10 mm ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന നല്ലൊരു ഓവറോൾ ക്വാളിറ്റി ഈ ഒരു ഇയർഫോൺ നമുക്ക് തരുന്നുണ്ട്. ഗെയിമൊക്കെ ഞാൻ കളിക്കുമ്പോഴും യാതൊരുവിധ ഇഷ്യൂ ഇല്ല. നല്ല ക്ലാരിറ്റിയിൽ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഇയർഫോൺ എടുത്താൽ നിങ്ങൾക്ക് വലിയ മിസ്റ്റേക്ക് ഒന്നും പറ്റാനില്ല. ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന ഒരു നല്ല ക്വാളിറ്റി ഇയർഫോൺ തന്നെയാണ്. ബോട്ടിൻ്റെയും റിയൽമിയുടെ ഒക്കെ ഇയർഫോണുകളുണ്ട് ഇവിടെ, നല്ല ഇയർഫോണുകളുണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതും റെഡ്മി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു റെഡ്മി ഇയർഫോൺ തന്നെയാണ്. ഗെയിമിങ്ങിനടക്കം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തരുന്ന ഒരു ഇയർഫോൺ തന്നെയാണ്. കോളിൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, ഈ ഒരു മൈക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. നമുക്ക് ഫോണിൽ സംസാരിക്കുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ മൈക്കിൻ്റെ പൊസിഷൻ കൂടി പ്രധാനമാണ്. നമ്മൾ ഈ ഒരു ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കറക്റ്റ് വായുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഓവറായിട്ട് താഴേക്ക് പോയിട്ട് നമ്മൾ എടുത്ത് പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഇരുന്ന് സംസാരിക്കുമ്പോൾ കറക്റ്റ് വായുടെ അടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ അവർക്ക് കേൾക്കുകയും ചെയ്യാം, അപ്പുറത്തുള്ളവർക്ക് കേൾക്കാം. അതേപോലെ നമുക്കും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. സോ വളരെ നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു ഇയർഫോൺ തരുന്നുണ്ട്. സോ സൗണ്ട്, ബിൽറ്റ് ക്വാളിറ്റി, കംഫർട്ട്, കോള് എല്ലാം കൊണ്ടും 350 രൂപയ്ക്ക് ഈ ഒരു ഇയർഫോൺ വർത്താണ്. ദി ബെസ്റ്റ്. ഈ പ്രൈസിൽ ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല. അവിടെ റിയൽമിയും ബോട്ടും ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. ബട്ട് റെഡ്മിയുടെ ഒരു ഇയർഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ബ്രൈഡഡ് കേബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഞാൻ ഈ ഒരു പ്രൈസിന് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഇയർഫോണിൻ്റെ കാര്യത്തിൽ.
സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരു ഇയർഫോൺ ഈ ഒരു പ്രൈസിൽ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ഇയർഫോണിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.